ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിയുവാനും ദൈവത്തിന് പ്രസാദമാകും വണ്ണം സംസാരിക്കുവാനും ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ നേരുള്ളവരായി കാണപ്പെടുവാനും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിശ്ചയമായി കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ സർവശക്തനാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം നമുക്ക് വായിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതെ, ഈ നാളുകളിൽ നാം എല്ലാവരും സംസാരിക്കുന്നവരാണല്ലേ. നാം ദൈവത്തോടും സംസാരിക്കുന്നവരാണ്, മനുഷ്യരോടും സംസാരിക്കുന്നവരാണ്. എന്നാൽ നാം സംസാരിക്കുമ്പോൾ നാം ആരെയാണ് പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ രക്തബന്ധങ്ങളാകാം, നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, പുറത്തുള്ളവരാകാം, വിശ്വാസികളാകാം, ദൈവദാസന്മാരാകാം, ദൈവമക്കളാകാം, ആരായിരുന്നാലും നമ്മുടെ അയൽവാസികൾ ആരോട് നാം സംസാരിച്ചാലും നാം മനുഷ്യരെയല്ല നാം പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെ അത്ര പ്രസാദിപ്പിക്കേണ്ടത്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഹൃദയം ശോധന ചെയ്യുന്ന ദൈവം. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്നും നാം വായു തുറന്ന് എന്താണ് പുറത്ത് സംസാരിക്കുന്നതെന്നും ദൈവത്തിനറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ സംസാരവും ഒരുപോലെ ദൈവത്തിന് പ്രസാദമാകും വണ്ണമായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സംസാരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിയുവാൻ കഴിയുകയുള്ളൂ. ചിലപ്പോൾ നാം മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് സ്തോത്രം നാം സംസാരിക്കുകയാണെങ്കിൽ നാം ഒരിക്കലും ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിയുകയില്ല. മറിച്ച് ആ മനുഷ്യർക്ക് അല്പനേരത്തേക്ക്, ദിവസത്തേക്ക്, കുറച്ച് സമയത്തേക്ക് നാം കൊള്ളാകുന്നവരായി തോന്നിയേക്കാം. എന്നാൽ അത് കഴിയുമ്പോൾ ഏത് മനുഷ്യരാണോ നമ്മെ പുകഴ്ത്തുന്നത് അവർ തന്നെ സ്തോത്രം നമ്മെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആയതിനാൽ ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നാം ദൈവവചനം സംസാരിച്ചാലും മറ്റുള്ളവരോട് കാര്യങ്ങൾ സംസാരിച്ചാലും നാം സ്തോത്രം നമ്മെ ചിലത് ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലേ. നമ്മെ ഒരു ഉദ്ദേശത്തോടെയാണ് കർത്താവ് ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ഇന്നും ജീവനോടെ നാം എഴുന്നേറ്റതിന് പിന്നിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മേക്കാൾ എത്രയോ ശക്തന്മാർ ഈ പോർക്കളത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ കൃപയാൽ ഇതുവരെയും നിർമൂലമാകാതെ, നശിച്ചു പോകാതെ, താളടിയാകാതെ കർത്താവ് നമ്മെ നിലനിർത്തിയതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. അതെങ്ങനെ കഴിയും? ദൈവത്തിന് നമ്മെ വിശ്വസ്തരെന്നെണ്ണി ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ കർത്താവിന് നാം കൊള്ളാകുന്നവരായി തെളിയണം. എപ്പോഴും നാം സ്തോത്രം നാം തന്നെ നാം ചിന്തിച്ചറിയണം. നാം ഇപ്പോൾ ദൈവത്തിന് കൊള്ളാകുന്നവരായിട്ടാണോ? നാം ഈ സംസാരിച്ചപ്പോൾ, നാം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, നാം ഈ ദൂത് പറഞ്ഞപ്പോൾ, നാം ഈ പാട്ട് പാടിയപ്പോഴൊക്കെ എവിടെയെങ്കിലും നാം മനുഷ്യരെ പ്രസാദിപ്പിച്ചുവോ? നാം ദൈവത്തെ മാത്രമാണോ പ്രസാദിപ്പിച്ചത്? ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞുവോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം ദൈവത്തിന് കൊള്ളാകുന്നവരായി ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ, നാം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ഉപദ്രവങ്ങളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും, ഒറ്റപ്പെടലുകളുണ്ടാകും, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ കുത്തുന്ന മുള്ളുകൾ വർദ്ധിക്കും. പ്രിയ ദൈവമക്കളെ, സാരമില്ല. ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ ലഘുവായ കഷ്ടം അത്യന്തം ഘനമേറിയ നിത്യ തേജസ്സിനെ നമ്മുടെ മേൽ വരുത്തുന്ന
തന്നു. ആയതിനാൽ അതോർത്ത് ഭാരപ്പെടേണ്ട. അയ്യോ, നിന്ന് അനുഭവിക്കേണ്ടി വരുമല്ലോ, കഷ്ടം അനുഭവിക്കേണ്ടി വരുമല്ലോ, ഇങ്ങനെ സംസാരിച്ചാൽ എല്ലാവരും ഒറ്റപ്പെടുത്തുമല്ലോ, വേദനിപ്പിക്കുമല്ലോ, അവർ എന്ത് വിചാരിക്കും, അയ്യോ ആമേൻ സ്തോത്രം എന്ന് ചിന്തിച്ച് നാം ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിയുന്ന അനുഭവം വിട്ട് മനുഷ്യർക്ക് കൊള്ളാകുന്നവരായി മാറി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നല്ലൊരു അനുഭവം വിട്ടിട്ട് മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ ആമേൻ ഏത് നിസ്സാരവാക്കിനും ദൈവസ്ഥാനത്തിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ദൈവം നമ്മേവരും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകം ആമേൻ പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലും നീതിയിലും ആമേൻ നടത്തുന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നു. ആ ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ, അതിന് പ്രകാരം നടക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഇവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, അങ്ങ് ഞങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ വിശ്വസ്തരോടെ ചെയ്യുവാൻ അങ്ങ് കർത്താവ് ദൈവത്തിന് കൊള്ളാകുന്നവരായി കർത്താവെ അങ്ങേക്ക് പ്രസാദം വരുമാറ് അങ്ങയുടെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ, സംസാരിപ്പാൻ, പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പൂർണ്ണമായി കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, ഈ ഭൂമിയിലെ മാന്യതകളും നന്മകളും ഉയർച്ചകളും ബഹുമാനങ്ങളും പ്രാപിച്ചുകൊണ്ട് നശിച്ചു പോകുന്നവരായിട്ടല്ലോ കർത്താവെ. സ്വർഗരാജ്യത്തിൽ കർത്താവെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് യോഗ്യരായ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിക്ക് യോഗ്യരായ, ദൈവത്തിന് പ്രസാദമാകും വണ്ണം ദൈവത്തിന് കൊള്ളാകുന്നവരായി ജീവിപ്പാൻ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആത്മീക, ശാരീരിക, ഭൗതിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, ജോലി മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കണം. പ്രാർത്ഥന ഘട്ടത്തിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.